ഞാൻ രാജൻ പൊതുവാൾ. എൻ്റെ അച്ഛൻ ഒറ്റപ്പാലത്ത് രാമമന്ദിരത്തിൽ PR പൊതുവാൾ. അമ്മ തൃക്കടീരി തെക്കേ മന്നങ്ങത്ത് T സരസ്വതി പൊതുവാൾ സാർ. ഞാൻ ജനിച്ചത് ഒറ്റപ്പാലത്താണ്. എൻ്റെ കുട്ടിക്കാലം വിദ്യാഭ്യാസമെല്ലാം ചെപ്പളശ്ശേരിയിലും ഒറ്റപ്പാലത്തുമായിരുന്നു. ഭാരതപ്പുഴയുടെ തീരത്താണ് ഒറ്റപ്പാലം ഗ്രാമം. ഭാരതപ്പുഴയുടെ സൗന്ദര്യവും ഒറ്റപ്പാലത്തിൻ്റെ ഗ്രാമീണ ഭംഗിയും കുട്ടിക്കാലത്ത് എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത ഗ്രാമമാണ് ചെറുതുരുത്തി. അവിടെയാണ് കേരള കലാമണ്ഡലം. അവിടുത്തെ കഥകളിയുടെ അഭ്യാസങ്ങളും മേളങ്ങളും എന്നെ കുട്ടിക്കാലത്ത് ഏറെ ആകർഷിച്ചിട്ടുണ്ട്. കഥകളി ചമയങ്ങളിലെ ആ വർണ്ണ ഭംഗി ഞാൻ ഏറെ നോക്കി നിന്നിട്ടുണ്ട്. ഒറ്റപ്പാലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എല്ലാ കലകളുടെയും ഒരു കേന്ദ്രമാണ് ഒറ്റപ്പാലം. കഥകളി, ചെണ്ടമേളം, ചാക്യാർകൂത്ത്, ഓട്ടംതുള്ളൽ, സംഗീത കച്ചേരികൾ, BK-ൻ്റെ സാഹിത്യം, P. കുഞ്ഞിരാമൻ നായരുടെ കവിത, ഇതെല്ലാം ഭാരതപ്പുഴയുടെ തീരത്താണ്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ കൽപ്പാത്തിപ്പുഴയുടെ തീരത്തിരുന്ന പാടുന്ന കച്ചേരി എനിക്ക് ഒരു പക്ഷേ ഒറ്റപ്പാലത്ത് ഞാൻ കേട്ട പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം, നിളയുടെ ഉത്ഭവം. അതിൻ്റെ തീരത്താണ് എൻ്റെ ഈ ഒറ്റപ്പാലം കൊച്ചു ഗ്രാമം. അവിടെ ഞാൻ ആസ്വദിച്ചുള്ള എല്ലാ കലകളും ഞാൻ കുട്ടിക്കാലത്ത് അഭ്യസിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ എൻ്റെ ഈ ചിത്രങ്ങളിലോ അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോഗ്രാഫി മേഖലയെ സ്വാധീനിച്ചത്. ഒറ്റപ്പാലത്തെ ഏറ്റവും പുരാതനമായ സ്റ്റുഡിയോ ആണ് യുണൈറ്റഡ് സ്റ്റുഡിയോ. അത് എൻ്റെ അച്ഛൻ്റേതായിരുന്നു. അച്ഛൻ്റെ ആ സ്റ്റുഡിയോയിലാണ് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഫോട്ടോഗ്രാഫി പഠിക്കലും എൻ്റെ വളർച്ചയും എല്ലാം ഉണ്ടായത്. അച്ഛനായിരുന്നു എൻ്റെ ഗുരു. ഒഴിവു സമയങ്ങളിൽ ഞാൻ കോളേജ് പഠിക്കുമ്പോഴൊക്കെ ഒറ്റപ്പാലത്ത് അച്ഛൻ്റെ സ്റ്റുഡിയോ പോയി അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് ഞാനിതിൻ്റെ ഫോട്ടോഗ്രാഫിയുടെ ആദ്യ ബാലപാഠങ്ങൾ പഠിച്ചത്. അച്ഛൻ്റെ സ്റ്റുഡിയോയിൽ ഞാൻ കാണുന്നത് തലമുതിർന്ന സാഹിത്യകാരന്മാർ, കഥകളി ആചാര്യന്മാർ, കവികൾ, രാഷ്ട്രീയക്കാർ, എല്ലാ മേഖലകളിലും ആൾക്കാരും അവിടെ വരുമായിരുന്നു. അവരെയൊക്കെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. അവരുടെയൊക്കെ ഒരു തലോടൽ എനിക്ക് കുട്ടിക്കാലത്ത് നല്ലപോലെ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഫോട്ടോഗ്രാഫി മേഖലയിലും ഫോട്ടോഗ്രാഫി ജീവിതത്തിലും ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ ഫോട്ടോഗ്രാഫി പഠിക്കുന്ന ഈ കുട്ടിക്കാലത്ത് എനിക്ക് മറക്കാനാവാത്ത ഒരു വലിയ സംഭവം നടന്നത് 1974 അതെന്തായിരുന്നു വെച്ചാൽ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അദ്ദേഹത്തിൻ്റെ കച്ചേരിക്ക് വേണ്ടി ഒറ്റപ്പാലത്ത് പൂഴ്കുന്ന അമ്പലത്തിൽ വന്നു. അവിടെ കച്ചേരി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ച് ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി അവിടെ പോയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് ഫോട്ടോസ് എടുത്തപ്പോൾ ഭാഗവതർ കാണുന്നുണ്ട് ഞാൻ ഈ ചിത്രങ്ങൾ എടുക്കുന്നത്. അപ്പോൾ എന്നെ അദ്ദേഹം ശ്രദ്ധിച്ചതുകൊണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു, എന്താ മതിയായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം എന്ത് ചെയ്താൽ അവിടെ 2 കുട്ടികളുണ്ട്, ഞാൻ 2 കുട്ടികളെ മടിയിലിരുത്തിയിട്ട് ഇതുകൂടി എടുത്തോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ചിത്രം കൂടി എടുത്തു. ഞാനത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ചേരം ഇരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ എന്നുള്ളൊരു കീർത്തനമുണ്ട്. അത് അദ്ദേഹം പാടി അദ്ദേഹം കച്ചേരി അവസാനിച്ചിട്ട് ഒളപ്പമണ്ണ മനയിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ടൊരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം മരണത്തിൻ്റെ മടിയിലായി. ഞാനിതൊന്നും അറിയുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. പിറ്റേ ദിവസം രാവിലെയാണ് ഈ വിവരം അറിയുന്നത്. അച്ഛൻ മുഖാന്തരം ഞാനെടുത്ത ആ ഫോട്ടോ അന്നത്തെ പ്രാദേശിക ലേഖൻ മാതൃഭൂമി പത്രത്തിൽ പബ്ലിഷ് ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം ഈ ഭാഗവതരുടെ അവസാനത്തെ കച്ചേരിയുടെ ചിത്രം അച്ചടിച്ചു വരികയാണ് പേപ്പറിൽ. അത് രാവിലെ വായനക്കാർ പലരും ചർച്ച ചെയ്യുന്നതും അതിനെപ്പറ്റി സംസാരിക്കുന്നതും കേട്ടാണ് ഞാൻ വരുന്ന സ്റ്റുഡിയോയിൽ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു വാർത്താ ചിത്രത്തിനും ഒരു സ്റ്റുഡിയോ ഫോട്ടോയിനും വ്യത്യാസമുണ്ടെന്നും ഇതാണ് ആൾക്കാരെ ഏറെ സ്വാധീനിക്കുന്നത്. ഇങ്ങനെ വരുന്ന ചിത്രങ്ങൾക്കാണ് ഒരു വാർത്താ മൂല്യമുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഞാൻ ന്യൂസ് ഫോട്ടോഗ്രാഫി തിരഞ്ഞെടുക്കാൻ കാരണമായത്. 1976 ഞാൻ മാതൃഭൂമിയിൽ ഒരു പരസ്യം കാണുന്നത്, ഒരു ഫോട്ടോഗ്രാഫറെ ആവശ്യമുണ്ട് എന്നുള്ളൊരു പരസ്യം. ഞാനത് കണ്ട് അതിന് ഞാനൊരു അപ്ലിക്കേഷൻ അയച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മാതൃഭൂമി ഓഫീസിൽ നിന്ന് എനിക്കൊരു മറുപടി വന്നു. ഇന്ന ദിവസം അഭിമുഖത്തിന് തയ്യാറായി കോഴിക്കോട് മാതൃഭൂമി ഓഫീസിലെത്തണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ മാതൃഭൂമി ഓഫീസിലെത്തി. (1976) അത്. അന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായിരുന്നു MT. KP കേശവമേനോൻ പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററും. അങ്ങനെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഒരു 3 മണിയായി കാണും. KP കേശവമേനോൻ എന്ന വലിയ പത്രാധിപരുടെ മുന്നിൽ ഞാൻ ആദ്യമായിട്ട് പോവുകയാണ്.
അദ്ദേഹത്തിന് കാഴ്ച നല്ലപോലെ മങ്ങിത്തുടങ്ങിയിരുന്നു. അദ്ദേഹം വന്ന് കാര്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പോൾ ശ്രീനിവാസനാണ് എന്നെ പരിചയപ്പെടുത്തിയത്. ഒറ്റപ്പാലത്തൊക്കെ രാജൻ എന്നോണം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഓ അങ്ങനെയാണോ, എന്നോ ഞാനൊന്ന് പരിചയപ്പെടട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ 2 കൈകളും അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് പിടിച്ചു. അപ്പോൾ എൻ്റെ ഈ ചെറിയ കൈയാണ് പിടിച്ചത്. അപ്പോൾ പറഞ്ഞു, ഓ ചെറിയ കുട്ടിയാണല്ലേ, ഇത്രയും വലിയ ഉത്തരവാദിത്തമൊക്കെ ചെയ്യാൻ പറ്റുമോ ജോലി? അപ്പോൾ ഞാൻ പറഞ്ഞു ശ്രമിക്കാം. ആ ഒരു വാക്ക് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ആദ്യ നിയമനം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലായിരുന്നു. അങ്ങനെ ഞാൻ MT വാസുദേവന്റെ മുന്നിലെത്തി. പ്രതിഭകളെ തിരിച്ചറിയാൻ പ്രത്യേക വരം ലഭിച്ചിട്ടുള്ള MT ആദ്യം ഏൽപ്പിച്ച ദൗത്യം ഊട്ടിയിലെ പുഷ്പോത്സവത്തിൻ്റെ ചിത്രങ്ങൾ പകർത്താനായിരുന്നു. രാജനെ ഞാനൊക്കെ അറിയുന്നത് രാജൻ്റെ അച്ഛൻ മുതൽക്കുള്ള ഫോട്ടോഗ്രാഫിയിലുള്ള പാരമ്പര്യം വെച്ചിട്ട്. അങ്ങനെ ഞാൻ മാതൃഭൂമിയിലുള്ള കാലത്താണ് രാജൻ അവിടെ വരുന്നത്. അതിൽ ആളുകൾക്ക് വളരെ താല്പര്യമുണ്ടായിരുന്നു. കാരണം സാധാരണ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് ഒരു അതിർത്തി കൂടി മുമ്പിലെത്തുക എന്നുള്ളത് എളുപ്പമല്ല. വിദഗ്ധന്മാരുണ്ട്, പക്ഷെ എന്നാലും അതിനപ്പുറത്തേക്ക് പോയി അതൊരു കലയാണ് എന്ന് നമുക്ക് ബോധ്യം വരുന്ന നിലയിലുള്ള കാര്യങ്ങൾ അത് ഫോട്ടോഗ്രാഫി കൊണ്ട് നിർവഹിക്കാൻ സാധിക്കുക ചെറിയ കാര്യമല്ല. അങ്ങനെയാണ് രാജൻ മാതൃഭൂമിയുടെ ഒരു ശ്രദ്ധേയനായ കലാകാരനായിട്ട് നമ്മുടെ സംഘത്തിലുള്ള ഒരാളായിട്ട് മാറുന്നത്. ഞാൻ ആ ഒരു സൗഹൃദം മാത്രമല്ല, അതുകൊണ്ട് ഈ തൻ്റെ കലാരൂപവിദ്യ കൊണ്ട് പുതിയ മാനങ്ങൾ ഉണ്ടാക്കാൻ, ഫോട്ടോഗ്രാഫിയിൽ പുതിയ മാനങ്ങൾ കണ്ടെത്താൻ രാജൻ ബർദുവാൾക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് എക്കാലവും നിലനിൽക്കുന്ന ഒരുപാട് ചിത്രങ്ങളുടെ ഉടമയായിട്ട് മാറിയത്. അതിൽ നമുക്കും വളരെ സന്തോഷമാണ്. വളരെ അപൂർവം എന്ന് വിശേഷിപ്പിക്കാവുന്ന ധാരാളം ചിത്രങ്ങൾ രാജനെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആൾക്കാർ അവരൊന്നും സിനിമയ്ക്ക് ചിത്രത്തിൽ നിന്ന് കൊടുക്കുന്ന ആളാണ്. പക്ഷേ അവരുടെയൊക്കെ അവിസ്മരണീയമായ നിമിഷങ്ങൾ പകർത്തിയെടുക്കാൻ, പകർത്തി സൂക്ഷിക്കാൻ പലരുടെയും ആരാധന പിടിച്ചുവിട്ടാൻ ഈ ചിത്രങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് നമുക്കും അത് രാജൻ ബർദുവാൾ ക്രമത്തിൽ ആ സ്ഥാപനത്തിൻ്റെ തന്നെ പ്രധാന ചിത്രകാരനായിട്ട് മാറുക എന്നുള്ളത് എളുപ്പം സംഭവിക്കുന്നതല്ല. അത് സാധിച്ചു. അത് ആ വളർച്ച ഓരോ ഘട്ടത്തിൽ കണ്ട ഒരാളാണ് ഞാൻ. അത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നും ആ തൊഴിലിൽ എൻ്റെ പ്രത്യേകമായ വൈദഗ്ധ്യം പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. എന്നും അങ്ങനെ സാധിക്കുമാറാകട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.
ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ചു വന്ന പുഷ്പോത്സവത്തിൻ്റെ വ്യത്യസ്ത ചിത്രങ്ങൾ പത്രത്തിലെ മുതിർന്ന പത്രാധിപ സമിതി അംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ ഫോട്ടോഗ്രാഫറെ പത്രത്തിലും പ്രയോജനപ്പെടുത്താൻ അവർ തീരുമാനിച്ചു. കേരളത്തിലെ കളിയെഴുത്തിൻ്റെ കുലപതിയായി അറിയപ്പെടുന്ന വിംസി എന്ന VM ബാലചന്ദ്രനാണ് അതിന് മുൻകൈയെടുത്തത്. അച്ഛനും അമ്മയും നൽകിയ ടി രാജഗോപാലൻ എന്ന പേര് രാജൻ പൊതുവാൾ എന്ന് പരിഷ്കരിച്ചതും VM ബാലചന്ദ്രൻ എന്ന ന്യൂസ് എഡിറ്ററായിരുന്നു. 1979 രാജൻ പൊതുവാളിനെ മാതൃഭൂമി തിരുവനന്തപുരം ഫോട്ടോഗ്രാഫറായി നിയോഗിച്ചു. സുദീർഘവും സഫലവുമായ ഒരു വിജയയാത്രയുടെ തുടക്കം. MT പകർന്നുകൊടുത്ത അറിവുകളും KP കേശവമേനോന്റെ സ്നേഹം നിറഞ്ഞ ഉപദേശങ്ങളും ജന്മനാ ലഭിച്ച കഴിവും ജാഗ്രതായ മനസ്സും കൊണ്ടാണ് പുതിയ കർമ്മമണ്ഡലമായ തിരുവനന്തപുരത്തെ രാജൻ പൊതുവാൾ സമീപിച്ചത്. വന്നു കണ്ടു കീഴടക്കി എന്ന് പറഞ്ഞതുപോലെയായി പിന്നീടുള്ള കാലഘട്ടം. കേരളത്തിലെ പത്രപ്രവർത്തന രംഗത്തെ വാർത്താചിത്ര മേഖല രാജൻ പൊതുവാളിന് മുമ്പും രാജൻ പൊതുവാളിന് ശേഷവുമായി വേർതിരിയുന്ന ചിത്രമാണ് പിന്നീട് നാം കണ്ടത്. മാതൃഭൂമിയുടെ പത്രത്താളുകൾ അതിന് സാക്ഷ്യം വഹിക്കുന്നു. നിലവിളക്ക് കൊളുത്തലുകളും നാടമുറിക്കലും പ്രസംഗവേദിയും ചിത്രങ്ങളായി പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന കാലത്ത് വാർത്താ ചിത്രങ്ങൾ എന്നാൽ അതല്ല എന്ന് രാജൻ പൊതുവാൾ തെളിയിച്ചു. ഭക്തരായ സ്ത്രീജനങ്ങളെ കൊണ്ട് തിരുവനന്തപുരം നഗരം നിറയുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവം. പൊങ്കാല നിവേദ്യം തയ്യാറാക്കാനുള്ള കലങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പേ നഗരവീഥിയിൽ വിൽപ്പനയ്ക്കെത്തിക്കും. അടുക്കിവെച്ച കലങ്ങളുടെ കൂമ്പാരങ്ങളിലൂടെ വരാനിരിക്കുന്ന ഭക്തജന തിരക്കിൻ്റെ ആരവം രാജൻ പൊതുവാൾ തൻ്റെ ചിത്രങ്ങളിൽ ആവാഹിച്ചു. ആ കളർ ചിത്രം അന്നുണ്ടാക്കിയ ഓളം ഇന്നും ശമിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് മാതൃഭൂമിയുടെ വരവ് 80-ലാണ് അച്ചടി ഇവിടുന്ന് ആരംഭിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഞങ്ങളൊക്കെ വരുന്നത് 82-ലാണ് ഞാൻ വരുന്നത്. 80, 81, 82-ലൊക്കെ മാതൃഭൂമിയിലേക്ക് കടന്നു വരുന്ന ട്രെയിനി ജേർണലിസ്റ്റുകൾ വാസ്തവത്തിൽ അന്ന് സർവകലാശാല ക്യാമ്പസുകളിൽ നിന്ന് നേരിട്ട് നടന്നു വന്ന ഒരു പറ്റം ചെറുപ്പക്കാരായിരുന്നു. അന്ന് ഞങ്ങൾ മാതൃഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട താരം ഒരു സംശയവുമില്ലായിരുന്നു. അന്ന് രാജൻ പൊതുവാൾ എന്ന് പറഞ്ഞ അന്നത്തെ ഫോട്ടോഗ്രാഫറാണ്, ന്യൂസ് ഫോട്ടോഗ്രാഫറാണ്. വാസ്തവത്തിൽ ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ റിപ്പോർട്ടർമാരെക്കാട്ടിലും താരപ്പൊലിമയുണ്ടായിരുന്ന ഒരു ന്യൂസ് ഫോട്ടോഗ്രാഫർ അന്ന് വാസ്തവത്തിൽ മാതൃഭൂമിക്ക് ഉണ്ടായത് രാജൻ പൊതുവാളിലൂടെയായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലും ഞങ്ങളുടെ പത്രപ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ ഒരു വലിയ നേതൃത്വവും ഒരു ദിശാബോധവും ഒരു ശക്തിയും ഇതിനൊക്കെ പുറമെ ഒരു പോസിറ്റിവിറ്റിയും നൽകിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അന്ന് പൊതുവാൾ ഒരു 4-5 വർഷം ഞങ്ങളെക്കാട്ടിലും സീനിയറാണ്, കോഴിക്കോട് നിന്ന് വന്ന ആളാണ്. പക്ഷേ പൊതുവാളിൻ്റെ ഒരു സാന്നിധ്യം അന്ന് മാതൃഭൂമിയിൽ ഉണ്ടാക്കിയ ഒരു ഊർജം, പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെ വലിയ പത്രപ്രവർത്തനത്തെക്കുറിച്ച് വലിയ ആവേശവും അതിൻ്റെ ഒരു താല്പര്യവുമായിട്ട് കടന്നു വരുമ്പോൾ ആ താല്പര്യത്തിനെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുക മാത്രമല്ല ആ താല്പര്യം ഒരു വിജയമായിട്ടും ഒരു സാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സഹായവും അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വവും ചില്ലറ പങ്കല്ല വഹിച്ചത്. ന്യൂസ് ഫോട്ടോഗ്രാഫിക്ക് പുതിയ നിർവചനം കുറിച്ചുകൊണ്ട് മാതൃഭൂമിയും മലയാള പത്രങ്ങൾക്ക് വഴികാട്ടിയായി. വാർത്തയുടെ അകമ്പടി കൂടാതെ സ്വയം സംസാരിക്കുന്ന രാജൻ പൊതുവാളിൻ്റെ ചിത്രങ്ങൾ സംസ്ഥാനത്ത് സംസാര വിഷയമായി. അന്ന് മാതൃഭൂമി തിരുവനന്തപുരം എഡിഷന്റെ ചുമതല വഹിച്ചിരുന്ന ന്യൂസ് എഡിറ്റർ വേണുഗോപാലായിരുന്നു രാജൻ പൊതുവാളിൻ്റെ ചിത്രങ്ങളിൽ വാർത്തയുടെ ജീവൻ തുടിക്കുന്നത് തിരിച്ചറിഞ്ഞത്. ഈ രാജൻ കൊണ്ടുവരുന്ന ചിത്രങ്ങളെ ഒരുപക്ഷെ അതിൻ്റെ എല്ലാ പൊലിമയോടും കൂടി മിഴിവോടും കൂടി പത്രത്തിൽ അച്ചടിക്കാനുള്ള സാങ്കേതികവിദ്യ ഒരു വശത്ത്, മറുവശത്ത് വേണുഗോപാലിനെ പോലെ ഒരാളുടെ ഒരു പിക്ടോറിയൽ സെൻസ് എന്നുള്ളൊരു കാരണം, അല്ലെങ്കിൽ വിഷ്വൽ സെൻസ്, ഇത് രണ്ടും കൂടി ആയപ്പോൾ വാസ്തവത്തിൽ മാതൃഭൂമി ഒരു വലിയ സക്സസ് ഫോർമുല തന്നെയായിട്ട് മാറി എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അതുവരെ കണ്ടിട്ടില്ലാത്ത പല വിഷയങ്ങളും ചിത്രങ്ങളുടെ, അതായത് രാജൻ പൊതുവാളുടെ ചിത്രങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ്. വാസ്തവത്തിൽ ചിത്രങ്ങളാണ് അന്നത്തെ സ്റ്റോറീസ് മുഴുവൻ ലീഡ് ചെയ്തിരുന്നത്. ഈ വലിയ ഗംഭീരമായ ചിത്രങ്ങളുടെ അകമ്പടിയോടുകൂടി വന്ന റിപ്പോർട്ടുകൾ വാസ്തവത്തിൽ മാതൃഭൂമിയുടെ സക്സസ് ഫോർമുലയാണ്. എല്ലാ കാര്യത്തിലും മാതൃഭൂമിയിൽ ഇവിടുത്തെ എന്താ പറയുക, ആറ്റുകാൽ ഉത്സവമാണെങ്കിൽ അത്, അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിൻ്റെ ഇത്, സർവകലാശാല യുവജനോത്സവങ്ങൾ, മൃഗശാല ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് മാറ്റിയതിൽ ഈ ചിത്രങ്ങൾക്കൊരു പ്രധാനപ്പെട്ട, എല്ലാം
വളരെ അപൂർവമായിട്ടുള്ള വളരെ കൗതുകകരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളും ചിത്രങ്ങളും ഒക്കെ കൊണ്ടുവന്നു. രാജൻ പൊതുവാളിൻ്റെ കൂടെ റിപ്പോർട്ട് ചെയ്യാൻ പോയാൽ ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആകുമെന്ന് ഉറപ്പാണ് ഞാൻ. കാരണം പിന്നാലെ പോയി ചെയ്താൽ ആ സ്റ്റോറിയുടെ ഏതാണ്ട് ഒരു 70% സക്സസ്ഫുൾ ആക്കാനുള്ള വേലകളും തന്ത്രങ്ങളും മാർഗങ്ങളും ഒക്കെ രാജനറിയാം. ഇക്കാലത്തെ ഏറ്റവും മികച്ച ന്യൂസ് ഫോട്ടോഗ്രാഫർമാരുടെ കണക്കെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നാം നിരയിൽ നിർബന്ധമായിട്ടും കാണുന്ന ഒരു ചിത്രം, ഒരു രൂപം രാജൻ പൊതുവാളിൻ്റെ ആയിരിക്കും. മറക്കാൻ പറ്റാത്ത ഒരു അവാർഡ് പറഞ്ഞ പോലെ ഒരു ഫയർ എൻജിൻ അപകട സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് അത് മറിഞ്ഞ് ഫയർ എൻജിനിലെ ജീവനക്കാർ മുഴുവൻ അപകടത്തിൽപ്പെട്ട ഒരു വാർത്താ ചിത്രത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് മാതൃകയായിരുന്ന ഒരു ചിത്രം. അതന്ന് കേരളത്തിലെ ഏറ്റവും ചർച്ചാ വിഷയമായ ചിത്രമാണ്. പിന്നെ ഒരുപാട് ചിത്രങ്ങൾ, സമരങ്ങൾ, വലിയ പ്രക്ഷോഭങ്ങൾ, വിദ്യാർത്ഥി സമരങ്ങൾ, പോലീസിൻ്റെ അതിക്രമങ്ങൾ, ഇതെല്ലാം വാസ്തവത്തിൽ ഇത്രയും ഫലപ്രദമായി, ഇത്രയും എഫക്റ്റീവായിട്ട് ഇതിനു മുമ്പ് മലയാള പത്രങ്ങളിൽ പതിഞ്ഞിരുന്നേ ഇല്ല എന്നുള്ളത്. പിന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആ ഡോക്യുമെൻറ്റേഷനാണ്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള അദ്ദേഹം എടുത്ത എല്ലാ ചിത്രങ്ങളും കൃത്യമായി ഡോക്യുമെൻ്റ്. അപ്പോൾ ഒരു പ്രൊഫഷണലിസത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷേ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നതിൻ്റെ ഒരു പര്യായം ആയിരുന്നു രാജൻ പൊതുവാൾ. ദിനപത്രങ്ങളിൽ കളർ ചിത്രം അച്ചടിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത അക്കാലത്ത് ആ വിപ്ലവത്തിന് മാതൃഭൂമി തുടക്കം കുറിച്ചത് അന്ന് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MB വീരേന്ദ്രകുമാറിൻ്റെ ധീരമായ ഒരു തീരുമാനമായിരുന്നു. വിജയം കണ്ട ആ പരീക്ഷണം മറ്റു പത്രങ്ങൾക്ക് പിന്തുടരേണ്ടി വന്നു. ഫോട്ടോഗ്രാഫിയിൽ എനിക്കൊന്ന് മാതൃഭൂമിയിൽ ആദ്യത്തെ ഫോട്ടോ എടുത്തിട്ടായിരുന്നു പൊതുവാൾ. 1998 തോന്നുന്നുണ്ട്. അങ്ങനെ മാതൃഭൂമിയിലെ മറ്റുള്ള ഫോട്ടോഗ്രാഫർമാരെ വളർത്താനും അവരുടെ കഴിവുകൾ കണ്ടെത്താനും നല്ല പടങ്ങൾ പ്രസിദ്ധീകരിക്കാനും വേണ്ടി പൊതുവാൾ നടത്തിയ ശ്രമങ്ങൾ എനിക്കിന്നും ഇപ്പോൾ ഓർമ്മയുണ്ട്. കാരണം സാധാരണഗതിയിൽ നേരെ തിരിച്ചുണ്ടാവുക, ഒരു അസൂയ ഉണ്ടാവും, മറ്റുള്ളവരുടെ ഫോട്ടോ എന്നെക്കാളും മുന്തിയതാവുക. പക്ഷേ പൊതുവാളിൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നല്ല ഫോട്ടോകൾ സെലക്ട് ചെയ്ത് അത് പ്രസിദ്ധീകരിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കഴിവായിരുന്നു. ഞാൻ 1977 ഏപ്രിലാണ് മാതൃഭൂമിയിൽ ഡയറക്ടറായിട്ട് വരുന്നത്. അന്ന് മുതൽ ദിവസം പോലെ എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. ആദ്യം അന്നൊന്നും ഡിജിറ്റലായിട്ടുള്ള ഫോട്ടോ ഇല്ലല്ലോ. അപ്പം ആ സമയത്ത് ഫോട്ടോ എന്നെ തന്നെ പോയിട്ട് എത്തിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് കൂടി അടുത്ത ദിവസം ഏതൊരു ഫോട്ടോഗ്രാഫർ എടുക്കണേക്കാട്ടും മുൻപിൽ നമ്മളെത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് മാധവി മുന്നിലെത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു വളരെ നിശ്ചയമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ചിത്രത്തിലൂടെ വാർത്തയുടെ വാതായനം തുറക്കുക എന്ന അപൂർവ സർഗപ്രതിഭയാണ് രാജൻ പൊതുവാൾ ചെയ്തത്. ആരും കാണാത്ത കോണിലൂടെ കാഴ്ചകൾ കാണുക, ആരും ശ്രദ്ധിക്കാത്ത ചലനങ്ങളെ വീക്ഷിക്കുക, നിമിഷങ്ങൾ കൊണ്ട് മറയുന്ന മുഹൂർത്തങ്ങളെ നിരീക്ഷിക്കുക. രാജൻ പൊതുവാൾ എന്ന പ്രതിഭയെ ഇങ്ങനെ നിർവചിക്കാം: മൂർച്ചയേറിയ കണ്ണുകൾ പകർത്തിയ ചിത്രങ്ങൾ ഇനി കാണാം. പൊതുവാളന്മാർ പൊതുവേ കലാകാരന്മാരാണ്. അവർ വാദ്യകലയിലായാലും സംഗീതത്തിലായാലും ഒക്കെ വലിയ കലാകാരന്മാരാണ്. അപ്പോൾ ആ കലാഹൃദയം ഫോട്ടോഗ്രാഫിയിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ് നമ്മുടെ രാജൻ പൊതുവാൾ. എൻ്റെ വീട്ടിൽ പലപ്പോഴും ഫോട്ടോഗ്രാഫർമാർ വന്ന് എൻ്റെ അടുക്കൽ ഇൻ്റർവ്യൂ ചെയ്യുകയും എൻ്റെ ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരാവശ്യപ്പെടുന്ന ഒന്ന് എൻ്റെ ഭാര്യയെ കൂടെ നിർത്തിയിട്ട് ഒരു പടം എടുക്കണം എന്ന് പറയും. അങ്ങനെ പരിചയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് വേണ്ട, അവർ സാറിൻ്റെ പടം എടുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യ കൃത്യമായിട്ട് ഒഴിഞ്ഞു മാറും. അതൊരു പതിവായിരുന്നു. ഞാൻ അവരെ നിർബന്ധിക്കാറുമില്ല. പക്ഷെ ഒരാൾ ഈ വീട്ടിൽ വന്ന് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി പടം എടുത്തിട്ടുള്ളത് നമ്മുടെ രാജൻ പൊതുവാൾ മാത്രമാണ്. രാജൻ പൊതുവാൾ ഒരു പടം എടുക്കണമെന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വരും. ചിലരോട് ഇഷ്ടമാണ്. അതൊരു ഒരു മനുഷ്യൻ്റെ സ്വഭാവം കൊണ്ട് പെരുമാറ്റ രീതി കൊണ്ടൊക്കെ സ്ത്രീകൾ പെട്ടെന്ന് മനസ്സിലാക്കും.
അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അന്ന് എടുത്ത പടങ്ങളിൽ എല്ലാവരും ചെയ്ത ഒരു ഫോട്ടോ ആണ് മുകളിലിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന പ്രധാന പടം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ചെടുത്ത ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിയിട്ട് മുറ്റത്ത് മാവിൻ്റെ ചുവട്ടിൽ ഇരുത്തിയിട്ട് രാജഭവനെടുത്ത് ഒരു പടത്തിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത് എല്ലാവരും ചെയ്ത പടമാണ്. വളരെ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നറിയാം. അത് തന്നെ വളരെ നല്ല ഉദാഹരണമാണ്. ന്യൂസ് ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിൽ അദ്ദേഹം മാതൃഭൂമിയിലെ പടങ്ങൾ അതിനൊരു പ്രത്യേക സ്വഭാവം കൈവരുത്തിയ ആളാണ്. സാധാരണ വിളക്ക് കത്തിക്കുന്നത്, ആളുകൾ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നത്, ഇങ്ങനെയുള്ള പടങ്ങൾ മാത്രമാണ് ഏതെങ്കിലും ഒരു പൊതുപരിപാടി നടക്കുമ്പോൾ അടിച്ചു വരുന്നത്. അതിന് വ്യത്യാസമായിട്ട് ഈ വായനക്കാർക്ക് പ്രത്യേക താല്പര്യം തോന്നുന്ന രീതിയിൽ മറ്റുള്ളവർ കാണാത്ത അതേ സമയം അതിൻ്റെ കണ്ണായ ചില മുഹൂർത്തങ്ങൾ പകർത്തി എടുക്കുക എന്നുള്ള വളരെ വൈദഗ്ധ്യം ആവശ്യമുള്ള, വളരെ കൃത്യമായ നിരീക്ഷണം ആവശ്യമുള്ള പിന്നെ ഒരു ഫോട്ടോഗ്രാഫിക് ഫങ്ഷനാണ് അദ്ദേഹം രാജൻ പൊതുവാൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് രാജൻ പൊതുവാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പത്രം വായിക്കുന്നവർക്കെല്ലാം പരിചയമുള്ള ഒരാളാണ്. വളരെ അടുപ്പമുള്ള ഒരാളായിട്ടാണ് അദ്ദേഹം മാറിയത്. അദ്ദേഹത്തിൻ്റെ ഈ രംഗത്തെ ജീവിതം ഫോട്ടോഗ്രാഫിയുടെയും പ്രസ് ഫോട്ടോഗ്രാഫിയുടെയും ന്യൂസ് ഫോട്ടോഗ്രാഫിയുടെയും ഒക്കെ ഒരു വലിയ ഒരുപാട് നല്ല സംഭാവനകൾ ചെയ്ത ഒരു വ്യക്തിയുടെ ജീവിതമാണ്. ചിത്രങ്ങൾ വാർത്തകളായി സ്വയം മാറുന്ന മാജിക് രാജൻ പൊതുവാൾ പുറത്തെടുത്തതോടുകൂടി ആ ചിത്രങ്ങൾക്കായി മാതൃഭൂമി വായനക്കാർ കാത്തിരിക്കുന്ന അവസ്ഥയായി. അപൂർവ നിമിഷങ്ങൾ അനശ്വരമാക്കുന്ന അനേകം കാഴ്ചകൾ വായനക്കാർക്ക് മുന്നിലെത്തി. കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ അടുത്തുനിന്ന് പകർത്തിയ ധാരാളം ചിത്രങ്ങൾ. അങ്ങനെ ചരിത്രത്തിൻ്റെ സാക്ഷിയാകാനായിരുന്നു രാജൻ പൊതുവാളിൻ്റെ നിയോഗം. കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തിയ ആന്റണി കെ കരുണാകരൻ്റെ കരവലയത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ചിത്രം പിന്നീട് പല പതിറ്റാണ്ടുകൾ പിന്നിട്ട ശേഷവും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ചുമർചിത്രമായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ മരണവാർത്തയുമായി പുറത്തുവന്ന മാതൃഭൂമിയിലെ ചിത്രം കറുപ്പിലും വെളുപ്പിലുമുള്ള ചിത്രം മലയാളിയുടെ മനസ്സിൽ ഇന്നും നീറിപ്പിടിച്ചു നിൽക്കുന്നത് വെളിച്ചം കൊണ്ട് കളിക്കുന്ന ഫോട്ടോഗ്രാഫറുടെ സൂക്ഷ്മത കൊണ്ടാണ്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഒരു ചടങ്ങിനായിട്ടാണ് തിരുവനന്തപുരത്ത് വന്നത്. രാവിലത്തെ ചടങ്ങിന് ശേഷം വൈകുന്നേരം ടാഗോർ തിയേറ്ററിൽ ഒരു വലിയ സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളനം തന്നെ ഫോട്ടോ എടുക്കാൻ ഞാൻ ചെന്നിരുന്നു. അവിടെ രാത്രിയായിരുന്നു. അപ്പോൾ ഈ ഹാലജൻ ലൈറ്റ്സ് എല്ലാം അങ്ങനെ കത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഇന്ദിരാഗാന്ധി പ്രസംഗിക്കുന്നത്. ഞാൻ സ്റ്റേജിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇന്ദിരാഗാന്ധി സംസാരിക്കുമ്പോൾ സ്റ്റേജിൻ്റെ പുറകിലൂടെ ഞാൻ നടന്നു വരുമ്പോൾ ഞാൻ കണ്ടൊരു മനോഹരമായൊരു കാഴ്ച ഉണ്ട്. കറുപ്പിലും വെളുപ്പിലുമായിട്ട് ഇന്ദിരാഗാന്ധിക്ക് നല്ലൊരു ഫേസ് ഉണ്ട്, നല്ല ആ തല നരച്ച തലയും മൂക്കും താടിയും. അപ്പോൾ അതിങ്ങനെ സിൽ ഔട്ടായിട്ട് ഞാൻ എൻ്റെ ക്യാമറയിൽ കണ്ടു. ഞാനതൊരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ പക്ഷേ ഞാനന്ന് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. കാരണം അത് അന്ന് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പത്രം, ഞാൻ എൻ്റെ ഒരു ഫോട്ടോഗ്രാഫി കൗതുകത്തിന് വേണ്ടി എടുത്തതാണ്. പക്ഷേ ഇന്ദിരാഗാന്ധി മരിച്ച ദിവസം ആ ചിത്രം അന്നത്തെ ന്യൂസ് എഡിറ്റർ വേണുകുറുപ്പിനെ കൊണ്ട് ഏൽപ്പിച്ചു. ആ പടമാണ് ഒന്നാം പേജിൽ വളരെ വലുതായിട്ട് ആ ചിത്രം ഉപയോഗിച്ചു. എൻ്റെ ഫോട്ടോഗ്രാഫി ജീവിതത്തിൽ ആ പത്രവും ആ ചിത്രവും എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധിയുടെ മ്യൂസിയത്തിൽ ആ ചിത്രമുള്ള മാതൃഭൂമി പത്രം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. രാജൻ പൊതുവാൾ മാതൃഭൂമിയിൽ ഞങ്ങൾ ഒന്നിച്ച് കുറേ കാലം ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഫോട്ടോഗ്രാഫറാണെങ്കിലും ഞാൻ ചിത്രം വരയ്ക്കുകയാണ്. കഥകൾക്കും നോവലിനും ചിത്രം വരയ്ക്കുന്ന ആളാണ്. പക്ഷെ ഞങ്ങൾക്ക് നല്ല പരിചയമാണ്. അദ്ദേഹം ആ കാലത്ത് ഏറ്റവും നല്ല ചിത്രങ്ങൾ, ഫോട്ടോകൾ എടുത്തിട്ടുള്ള ആളാണ്. തമിഴ്നാട് രാഷ്ട്രീയം ഇളക്കി മറിച്ച സംഭവത്തിനും രാജൻ പൊതുവാളിൻ്റെ ക്യാമറ സാക്ഷിയായി. MGRന്റെ ശവമഞ്ചം വഹിച്ച വാഹനത്തിൽ നിന്നും ജയലളിതയെ തള്ളി താഴെയിട്ട സംഭവം, അതിൻ്റെ മുഴുവൻ നാടകീയതയോടും കൂടി രാജൻ പൊതുവാൾ പകർത്തിയത് ക്യാമറയുടെ ഷട്ടർ സ്പീഡ് നിയന്ത്രിച്ചുകൊണ്ടാണ്. ആ വൻ തിരക്കിലും ബഹളത്തിനുമിടയിൽ അസാമാന്യ മനസാന്നിധ്യമുള്ള ആൾക്ക് മാത്രം സാധിക്കുന്നതാണ് അത്. തമിഴ്നാട് രാഷ്ട്രീയം മാറി മറിയുന്നത് ആ സംഭവത്തിന് ശേഷമാണ്. അങ്ങനെ ആ ചിത്രങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമായി.
നാടിനെ നടുക്കിയ ഭൂകമ്പവും പെരുമൺ തീവണ്ടി അപകടവും അതിൻ്റെ ഭീകരതയും മനുഷ്യൻ്റെ ദൈന്യതയും പകർത്തി മനുഷ്യൻ എത്ര നിസ്സാരനും നിസ്സഹായനുമാണെന്ന സത്യം സമൂഹത്തിന് കാട്ടിക്കൊടുത്ത ന്യൂസ് ഫോട്ടോഗ്രാഫർ കൂടിയാണ് രാജൻ പൊതുവാൾ. അങ്ങനെ ആ ക്യാമറയിലൂടെ വായനക്കാർ കണ്ട സംഭവങ്ങൾക്കും വ്യക്തികൾക്കും അപൂർവതയുടെ കരുത്തുണ്ടായിരുന്നു. ദേശീയ സംസ്ഥാന നേതാക്കൾ തുടങ്ങി പുതുതലമുറ വരെ ആ ക്യാമറ കണ്ണിൽ പതിഞ്ഞിട്ടുണ്ട്. മറ്റൊരിടത്തും പതിയാത്ത വിധം. നടീനടന്മാർ, നർത്തകികൾ, മറ്റ് കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, കവികൾ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങി സമൂഹത്തിലെ സാധാരണക്കാർ വരെ ആരും കാണാത്ത കണ്ണുകൊണ്ട് കാണാൻ രാജൻ പൊതുവാളിൻ്റെ ക്യാമറയ്ക്ക് കഴിഞ്ഞിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും അധികം ആസ്വദിച്ച കല കഥകളിയായിരുന്നു. അന്ന് കഥകളി എന്ന് പറഞ്ഞ കൃഷ്ണനായർ ആശാൻ മാത്രമാണ്. ആശാനെ എനിക്ക് അച്ഛൻ മുഖാന്തരം നല്ല പരിചയമുണ്ട്. ഒറ്റപ്പാലത്ത് എൻ്റെ സ്റ്റുഡിയോയിലൊക്കെ ധാരാളം വന്നിട്ടുമുണ്ട്. പക്ഷേ കുറേ കാലത്തിന് ശേഷം ഞാൻ മാതൃഭൂമിയിൽ ജോലി ചെയ്യുമ്പോഴാണ് ഒരു ദിവസം തിരുവനന്തപുരത്ത് മാർഗിയിൽ ഒരു കഥകളി കളരി ഉണ്ടായിരുന്നു. ആ കളരി പങ്കെടുക്കാൻ വേണ്ടി അപ്പൂട്ടനായരാണ് കലാമണ്ഡലം കൃഷ്ണനായരെ വിളിക്കുന്നത്. അപ്പോൾ ആ പഴയ പരിചയം വെച്ച് ഞാൻ ചെന്നു, ആശാൻ്റെ മുന്നിൽ പോയി നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആശാൻ്റെ നവരസങ്ങളൊന്നും എനിക്ക് ഫോട്ടോ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അതിനെന്താ എന്നാൽ വരുമെന്ന് പറഞ്ഞു. ആ മാർഗിയുടെ പുറത്ത് ഒരു തിണ്ണയുണ്ട്. ആ തിണ്ണയുടെ മുകളിൽ ആശാൻ ഇരുന്നു. ഞാൻ റെഡിയായി. ഈ 9 രസങ്ങൾ എങ്ങനെയാണ്, അത് അന്ന് പഴയ ക്യാമറയാണ്, 120 ക്യാമറയാണ്. ഒരു സമയത്ത് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. ആശാൻ അത് വളരെ ഭംഗിയായിട്ട് ആശാൻ്റെ മുഖത്ത് മറിയുന്നത് എനിക്ക് നിമിഷം നേരം കൊണ്ട് ഈ 9 ഫ്രെയിം എടുക്കാൻ പറ്റി. അത് മനോഹരമായിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കാൻ പറ്റിയിട്ടുണ്ട് ആശാൻ്റെ ഈ നവരസങ്ങൾ. ആയിരത്തി 1980 മുതൽ തിരുവനന്തപുരത്ത് മാതൃഭൂമിയുടെ എഡിഷൻ ആരംഭിച്ചത് മുതൽ ഉള്ള പരിചയമാണ് അദ്ദേഹത്തോടൊപ്പം. അദ്ദേഹത്തിൻ്റെ വാർത്താ ചിത്രങ്ങൾ ഒരുപാട് എന്നെ ആകർഷിച്ചിട്ടുമുണ്ട്. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ ലളിത സംഗീതത്തിന് സമ്മാനം ലഭിച്ചപ്പോൾ മാതൃഭൂമിക്ക് വേണ്ടി എൻ്റെ ചിത്രം ആദ്യമായി എടുത്തതും ഞാൻ നന്നായി ഓർമ്മിക്കുന്നു. ദിനപത്രത്തിൽ അച്ചടിച്ച ആദ്യ കളർ ന്യൂസ് ഫോട്ടോ രാജൻ പൊതുവാളിൻ്റേതാണ്. അതുപോലെ ഫിലിമിൻ്റെ യുഗം കഴിഞ്ഞ് ഡിജിറ്റൽ യുഗത്തിലേക്ക് ഫോട്ടോഗ്രാഫി കടന്നപ്പോൾ 1995 ബാംഗ്ലൂരിൽ നടന്ന മിസ് വേൾഡ് മത്സരം ആദ്യമായി ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ച് പകർത്തി മാതൃഭൂമിയിൽ അച്ചടിച്ച് രാജൻ പൊതുവാൾ റെക്കോർഡിട്ടു. കേരളത്തിലെ എക്കാലത്തെയും വലിയ ജനകീയ നേതാവായിരുന്ന E.K. നായനാരുടെ ജീവിതകഥ ഫോട്ടോകളിലൂടെ ചിത്രീകരിച്ചതിൻ്റെ ഒരു ഫോട്ടോ പ്രദർശനം രാജൻ പൊതുവാൾ കൊല്ലത്ത് നടത്തിയിരുന്നു. മാതൃഭൂമിയുടെ കാർഷിക മേളയോടനുബന്ധിച്ചായിരുന്നു അത്. സർക്കാരിൻ്റേതുൾപ്പെടെ 100ഓളം അവാർഡുകളാണ് ന്യൂസ് ഫോട്ടോഗ്രാഫിയുടെ മികവിനെ മുൻനിർത്തി രാജൻ പൊതുവാളിനെ തേടിയെത്തിയിട്ടുള്ളത്. ഓരോ അംഗീകാരവും കൂടുതൽ ഊർജവും ഉത്തരവാദിത്വവുമുള്ള പത്രപ്രവർത്തകനാക്കി അദ്ദേഹത്തെ മാറ്റുന്നതാണ് പിന്നീട് കാണാൻ കഴിയുന്നത്. ആയിരത്തി 1988
ഞാൻ ഈ ഗുണ്ടകളുടെ ഈ ഒരു സംഘടനത്തിന് ചിത്രം എടുക്കാൻ ഇടയായത്. ഞാനന്ന് മാതൃഭൂമി ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് താഴെ റോഡിൽ എന്തോ ഒരു വലിയ ബഹളം നടക്കുന്ന ശബ്ദം കേട്ടത്. ജനലിൽ കൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച 2 വിഭാഗക്കാർ തമ്മിൽ പരസ്പരം വെട്ടുകയും കുത്തുകയും ചെയ്യുന്നതാണ്. ഞാൻ ക്യാമറ എടുത്ത് ഓടി ചെന്നപ്പോൾ വളരെ കുറച്ചൊരു റിസ്ക്കാണ് ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ മറന്ന് ഞാൻ വളരെ അടുത്ത് പോയിട്ട് വളരെ എല്ലാ ആ മൂവ്മെൻറ്റ്സ് അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് കൃത്യമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റി. അപ്പോഴേക്കും പോലീസൊക്കെ എത്തി, അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അല്ലെ, ഏറ്റവും രസകരമായ സംഭവം അന്നാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഗുണ്ട ആക്ട് അസംബ്ലി പാസ്സാക്കി നിലവിൽ വരുന്നത്. അന്നാണ് ഈ റൂട്ടിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലും മീഡിയ അക്കാദമിയിലും പ്രസ് ക്ലബ്ബുകളിലും ജേർണലിസം വിദ്യാർത്ഥികൾക്ക് ന്യൂസ് ഫോട്ടോഗ്രാഫിയുടെ സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം ക്ലാസ് എടുത്തിരുന്നു. ദേശീയ ഗെയിംസുകൾ, ലോക ക്രിക്കറ്റ് മത്സരങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ സമ്മേളനങ്ങൾ തുടങ്ങിയ നിരവധി പ്രധാന സംഭവങ്ങൾക്ക് സാക്ഷിയാകാനും ചിത്രങ്ങളിൽ പകർത്താനും രാജൻ പൊതുവാളിന് സാധിച്ചിട്ടുണ്ട്. മാതൃഭൂമി പത്രത്തിന്റെ വാരാന്ത പതിപ്പിൽ കവർ സ്റ്റോറിയായി രാജൻ പൊതുവാൾ എഴുതിയ ഫീച്ചർ മകൾക്ക് എന്ന പേരിൽ സംവിധായകൻ ജയരാജ് സിനിമയാക്കി. മനുഷ്യസ്നേഹത്തിന്റെ ആർദ്രമായ മുഖം വെളിപ്പെടുത്തുന്ന പ്രമേയം കൊണ്ട് ആ സിനിമ ഏറെ ശ്രദ്ധേയമായി. എഴുത്തിലും രാജൻ പൊതുവാൾ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ആ ഫോട്ടോയ്ക്ക് പിന്നിൽ എന്നൊരു പങ്ക്തി അദ്ദേഹം എഴുതിയിരുന്നു. ചേട്ടാ, ഈ രാജൻ പൊതുവാൾ എന്നുള്ള വാക്കിന് പണ്ട് തിരുവനന്തപുരത്ത് ഒരു സമം കൊടുത്തിട്ടൊരു വാക്ക് പറഞ്ഞിരുന്നു, ബുള്ളറ്റ് 350. ഈ ബുള്ളറ്റും ചേട്ടൻ്റെ ജീവിതവും ചേട്ടൻ്റെ പ്രണയവുമായിട്ട് എന്തൊക്കെയോ കഥകൾ ഉണ്ടെന്ന് ഞാൻ അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. ആക്ച്വലി എന്ത് സംഭവിച്ചു? ഞാൻ കോഴിക്കോട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു 2 വീലർ വാങ്ങണം എന്നൊരു മോഹം. അപ്പോൾ അതൊരു കോഴിക്കോട് ഒരു കോൺട്രാക്ടർ ഉപയോഗിച്ചൊരു പഴയ 1962 മോഡൽ ബുള്ളറ്റാണത്. അപ്പോൾ അത് ഞാൻ ഇന്ന് YMCയിൽ രാവിലെ ഇങ്ങനെ റോഡിൽ നോക്കുമ്പോൾ ആ വണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നു കാണാം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വണ്ടി കാണുന്നില്ല. അപ്പോൾ ഞാൻ ആ വർക്ക്ഷോപ്പിലേക്ക് പരിചയം. അപ്പോൾ പറഞ്ഞു ഈ വണ്ടി വിൽക്കാൻ പോവാണ്, താല്പര്യമില്ല എന്നാണ്. 3000 രൂപ ഈ വണ്ടി വാങ്ങാൻ ഞാൻ വാങ്ങിച്ചു. 3000 രൂപ. ഏത് കൊല്ലം? 1976, 77. ഓക്കെ. 79 കല്യാണം. 77 വണ്ടി വാങ്ങിക്കുന്നു. എന്നിട്ട് ഇത് നേരെ സർവീസ് ചെയ്ത് ഇന്ത്യൻ കണ്ടീഷനൊക്കെ ചെയ്തെല്ലാം നീച്ചപ്പോൾ എനിക്ക് വലിയ മോഹം, ഒരു ഊട്ടി പോകാനുള്ളൊരു മോഹം തോന്നി. അപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പ് ഊട്ടിക്ക് പോയി. അപ്പോൾ എൻ്റെ ഒരു ഗംഗാധരൻ വേണ്ട എൻ്റെ ഫ്രണ്ടുണ്ട്, അയാളുടെ വീട്ടിൽ താമസിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പോയി, ഞാൻ ആദ്യമായിട്ട് ഊട്ടി പോകുന്നു. അപ്പോൾ ഇത്രയും മനോഹരമായ സ്ഥലം, അപ്പോൾ ഇവിടുന്ന് ഒരു കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ബുള്ളറ്റിൽ പോയൊരു സംഭവം പറയുന്നത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അയ്യോ എന്നാൽ ഇവിടെ ഒരു പൊതുവാൾ ഫാമിലി ഉണ്ട്, പരിചയപ്പെടുത്തുമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഈ അക്ഷയന്മാരെന്ന് പറയും, അദ്ദേഹം കൊണ്ടുപോയിട്ട് പത്മിനി ആദ്യം പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ബുള്ളറ്റാണ് എന്നെ, ബുള്ളറ്റ് ആദ്യത്തെ ഭാര്യ, രണ്ടാമത്തെ ഭാര്യയാണ് പത്മിനി. അതിന് ബുള്ളറ്റിന്റെ പ്രേമം. പിന്നെ ഇത്രയും കാലം ഞാൻ ഓടിക്കുന്ന ഒരാള്, എനിക്ക് ഒരു ഫോട്ടോഗ്രാഫർ, ഒരു മറ്റേ കേരളത്തുകാരൻ ഇത്രയും ഒരു കാലം വണ്ടി പരിപാലിക്കുന്നത് ആരും ഉണ്ടാവില്ല. അതേ വണ്ടിയായിരുന്നു, സെയിം വണ്ടി. പിന്നെ ഈ വാഹനം എത്രയോ സംഭവങ്ങള് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അറിയുന്നത് ഒരു തവണ ഈ AK സെന്ററിന്റെ മുന്നിൽ ഒരു ബോംബ് എറിഞ്ഞു.
അപ്പോൾ ഈയിടെ ഉണ്ടായ സംഭവം ഒന്നുമില്ല. പണ്ടത്തെ സംഭവം ശരിക്കുള്ള ബോംബാറായിരുന്നു, വലിയ സംഭവമായിരുന്നു. അപ്പോൾ ഞാനും അന്ന് റിപ്പോർട്ട് ശേഖരുന്നവരായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു സ്പോട്ടിൽ ഓടിയെത്തുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വണ്ടി വയ്ക്കാൻ പറ്റില്ല. അവിടെ എല്ലാം ഒരു ഭയങ്കര ഒരു കലുഷ്യം, ഒരു വല്ലാത്തൊരു നമ്മുടെ ഈ കാശ്മീരിലെ കാണുന്ന പോലെ ഒരു വലിയ സീനാണ്. അവിടെയും ഇവിടെയും ബോംബ് എറിയൽ, പൊട്ടൽ മൊത്തം. അപ്പോൾ ഞാൻ അപ്പുറത്തെ ചെറിയ സ്കൂളുണ്ട്, അവിടെ ഒരു കോൺവെന്റ് സ്കൂൾ, അതിൻ്റെ ഇപ്പുറത്തെ ഒരു പമ്പുണ്ട്. ആ പമ്പിനകത്ത് വണ്ടി കയറ്റി വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ അവിടെ ഒരു ബസ് കത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ആരോ. അപ്പോൾ ഞാൻ ആ ബസ് ഫോട്ടോ ഇവിടുന്ന് പെട്രോൾ എടുക്കുന്നു, ബസ് കത്തിക്കുകയാണ്, സീറ്റ് പാർട്ടിക്കാർ. ഞാൻ ആ ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഈ സ്കൂൾ പിള്ളേർ മതിലിന് മുകളിൽ ഇരിക്കുക. ചേട്ടാ അവിടെ നല്ലൊരു ബൈക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ്, പോയി എടുക്കുന്നു. അപ്പം ഞാൻ പിന്നെ ഓടിച്ചു വന്നു. ഫോട്ടോ എടുത്തിട്ട് രണ്ടാമത് നോക്കിയപ്പോൾ എൻ്റെ വണ്ടി അകത്താണ്. എൻ്റെ ഈ ബുള്ളറ്റ് ഈ അത് അറിയാലോ ആര് കത്തിക്കുന്നത്. പക്ഷെ അവരൊക്കെ നേതാക്കന്മാരും മന്ത്രിമാരൊക്കെ ആയി. പക്ഷെ എൻ്റെ വണ്ടി പോയി, കത്തി പോയി. വന്ന് 14,000 രൂപ, അന്നത്തെ കാലത്ത് 14,000 രൂപ ചിലവാക്കി. പക്ഷെ ഞാനൊരു വാശി ഉണ്ടായിരുന്നു, ഈ വണ്ടി എനിക്ക് നേരാക്കി എടുക്കണം എന്നുണ്ട്. കാരണം എനിക്കൊരു നൊസ്റ്റാൾജിയാണ് ഈ വണ്ടി, പഴയ ഇത്രയും ഓൾഡ് മോഡൽ വണ്ടി. അത് ഞാൻ കത്തിച്ച് ഒരു പ്രതികാരമായിട്ട്. പക്ഷെ 2 മണി നേരത്തെ രാത്രി ആരൊക്കെ വീട്ടിലൊന്ന് ചോദിച്ചു, ഇങ്ങനെ പേപ്പറിൽ പടം ഒന്നും കൊടുക്കരുത്, വാർത്ത ഒന്നും കൊടുക്കരുത്. ആരാന്ന് എനിക്കറിയാം. അതാണ് സംഭവം ഉണ്ടായി. എൻ്റെ ഈ ബുള്ളറ്റാണ് എനിക്ക് എൻ്റെ ഭാര്യയെ കിട്ടിയത്, എൻ്റെ കുടുംബം. കേരളത്തിന്റെ സമസ്ത മേഖലകളിലും രാജൻ പൊതുവാളിന്റെ ക്യാമറ കണ്ണുകൾ ചെന്നെത്തിയിട്ടുണ്ട്. അപൂർവ ദൃശ്യങ്ങൾ, മുഹൂർത്തങ്ങൾ, കണ്ടെത്തലുകൾ എല്ലാം ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായി മാതൃഭൂമിയിലൂടെ മലയാളികൾ കണ്ടു. മലയാള പത്രപ്രവർത്തന രംഗത്തെ വാർത്താ ചിത്ര മേഖലയ്ക്ക് സാർത്ഥകമായ വഴി തെളിച്ചുകൊടുത്ത പ്രതിഭാശാലിയായ രാജൻ പൊതുവാളിനെ ചരിത്രം രേഖപ്പെടുത്തും. എന്റെ തലമുറ യൗവനത്തിലേക്ക് കടക്കുന്ന 1980-കളിൽ എല്ലാ മലയാളിക്കും പരിചിതമായ പേരായിരുന്നു രാജൻ പൊതുവാൾ. മാതൃഭൂമി പത്രത്തിലും ആഴ്ചപ്പതിപ്പിലും അച്ചടിച്ചു വന്നിരുന്ന അദ്ദേഹത്തിന്റെ ഫോട്ടോകൾ മലയാളികൾ വിസ്മയത്താൽ വിടർന്ന കണ്ണുകളോടെയാണ് കണ്ടത്. അതിൽ പൂക്കളുടെയും പുഴകളുടെയും ഓണക്കാലത്തിന്റെയും ഒക്കെ ഫോട്ടോകൾ മുതൽ ലോക പ്രശസ്തരായ രാഷ്ട്രീയ നേതാക്കളുടെ അപൂർവ ചിത്രങ്ങൾ വരെ ഉണ്ടായിരുന്നു. മലയാളികളിൽ നിന്ന് മറഞ്ഞിരുന്ന പല കാഴ്ചകളും രാജൻ പൊതുവാളിന്റെ ക്യാമറ കണ്ടുപിടിച്ച് അവതരിപ്പിച്ചു. എനിക്ക് വ്യക്തിപരമായ ഒരു വൈകാരിക ബന്ധം കൂടിയുണ്ട് രാജൻ പൊതുവാളിനോടും അദ്ദേഹത്തിന്റെ ക്യാമറയോടും. എന്റെ വിവാഹത്തിന്റെ മനോഹരമായ ഫോട്ടോകൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് ആ ക്യാമറ. ഇവിടെ രാജൻ പൊതുവാളിനാണ് വയസ്സ് കൂടുന്നത് അദ്ദേഹത്തിന്റെ ക്യാമറയ്ക്കല്ല. ആ ക്യാമറയ്ക്ക് ഇപ്പോഴും നിത്യയൗവനമാണ് എന്ന് ചിന്തിക്കാനും വിചാരിക്കാനുമാണ് എനിക്കിഷ്ടം. എല്ലാ വലിയ ഫോട്ടോഗ്രാഫേഴ്സും അവരുടെ ഒരു ഫ്രെയിമിൽ ഒതുക്കുന്നതാണ് കാലത്തിന്റെയും നിമിഷത്തിന്റെയും. ഫോട്ടോയുടെയും ഫോട്ടോഗ്രാഫിയുടെയും ഒരു ആരാധകൻ എന്ന നിലയിൽ രാജൻ പൊതുവാളിന്റെ ക്യാമറയിൽ നിന്ന് ഇനിയും ഒരുപാട് ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആ അപൂർവ ചിത്രങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇന്ത്യൻ സിനിമയുടെ കുലപതിയായ സത്യജിത്രേ ഒരഭിമുഖത്തിൽ പറഞ്ഞത് ശ്രദ്ധിക്കൂ. ഒരു ഫോട്ടോഗ്രാഫർ തന്റെ വലത് കൈയിലെ ചൂണ്ടുവിരൽ ദൈവത്തിന്റെ നിർദ്ദേശമനുസരിച്ച് അമർത്തുമ്പോൾ ജീവനുള്ള ദൃശ്യം ജനിക്കും. അതെ, രാജൻ പൊതുവാളിന്റെ ആ വിരൽ തുമ്പിൽ ദൈവം ഒളിച്ചിരിക്കുന്നു, അന്നും ഇന്നും എന്നും. അദ്ദേഹത്തിൻ്റെ അശീതി ആഘോഷ സമയത്ത് അദ്ദേഹത്തിന് എല്ലാവിധ സുഖ ഐശ്വര്യങ്ങളും ദീർഘമായ ആയുസ്സും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. 70ാം പിറന്നാളിന് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ 70ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. അതിന് അദ്ദേഹത്തിന് ആശകൾ നേരുന്നു, ദീർഘായുസ് നേരുന്നു, ആരോഗ്യം നേരുന്നു. എല്ലാ ആശംസകളും ഒരിക്കലും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്നെ കണ്ടു കഴിഞ്ഞാൽ പൊതുവെള്ളക്കാളും കൂടുതൽ പ്രായമായിട്ടാണ് തോന്നുന്നത്. കാരണം ഞാൻ മുടിയൊന്നും കറുപ്പിക്കാറില്ല. പക്ഷെ പൊതുവാളിന് 70 വയസ്സ് തികയാൻ വേണ്ടി പോവുകയാണ്.
അപ്പം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എല്ലാവിധ സ്നേഹത്തോടും പ്രാർത്ഥനയോടും ഹാപ്പി ബർത്ത്ഡേ. ഈ ഒരു മംഗളദിനത്തിൽ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ദീർഘായുസ്സോടെ, ആരോഗ്യത്തോടെ, സമ്പൽ സമൃദ്ധിയോടെ, എല്ലാ സൗഭാഗ്യത്തോടും കൂടിയുള്ളൊരു ജീവിതം ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ.